ക്ഷേമ പെൻഷൻ 5 മാസം മുടങ്ങിയതിൽ മനനൊന്ത് ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. സർക്കാർ നൽകുന്ന ഔദാര്യമല്ല പെൻഷനെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. ഇന്ധന സെസ് പോലും പെൻഷന്റെ പേരു പറഞ്ഞാണ് ഏർപ്പെടുത്തിയത്. ജോസഫ് നേരത്തെ ആത്മഹത്യ ചെയ്യുമെന്ന് നോട്ടീസ് കൊടുത്തിരുന്നു. പെൻഷൻ കുടിശ്ശിക കിട്ടാത്തതിൽ മനനൊന്താണ് മരണമെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും ജോസഫിന്റെ കുറിപ്പുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. എന്നാൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ജോസഫിന്റെ മരണമെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. നവംബറിലും ഡിസംബറിലും ജോസഫ് പെൻഷൻ വാങ്ങി. തൊഴിലുറപ്പും പെൻഷനും ചേർത്ത് ഒരു വർഷം 52,400 രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം 23,958 കോടി പെൻഷൻ കൊടുത്തു. UDF കാലത്തെ കുടിശ്ശിക കണക്കടക്കം എല്ലാം രേഖകളുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സംസ്ഥാനം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ടെന്ന് ഡിസംബറിലും ഒരു മാസത്തേത് കൊടുത്തുവെന്നും ആണ് മന്ത്രി പറഞ്ഞത്. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വസ്തുതാപരമായ കാര്യങ്ങളല്ല ഇതെന്നും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. പെൻഷൻ കമ്പനിയെ പോലും കേന്ദ്ര സർക്കാർ മുടക്കി. UDFന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. കേന്ദ്രം തരാനുള്ള പണം നൽകിയാൽ എല്ലാ പെൻഷൻ പ്രതിസന്ധിയും മാറും. കേന്ദ്ര നടപടി ഇല്ലാതിരുന്നെങ്കിൽ പെൻഷൻ 2,500 ആക്കിയേനെ എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പാവങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായി എന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത്. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് സർക്കാർ ആദ്യ മുൻഗണന നൽകിയിട്ടുള്ളത്. ഡിസംബറിൽ ഒരു മാസത്തെ പെൻഷൻ നൽകി, നവംബറിലും ഒരു മാസത്തെ പെൻഷൻ നൽകിയിരുന്നു. ആഗസ്റ്റിൽ ഓണത്തിന്റെ സമയത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് ഇദ്ദേഹം ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടിയിരുന്നത്. സർ, പേരാമ്പ്ര മുതുകാട് ഭിന്നശേഷിക്കാരനായ ശ്രീ വളയത്ത് ജോസഫ് ജനുവരി 23-നാണ് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാം ദുഃഖകരമായ ഒരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ നൽകാത്തതിനാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഇദ്ദേഹം ചക്കട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതിയ കത്ത് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ പ്രചരിച്ചത്. സംഭവം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു. നവംബർ 9-നാണ് അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു കത്ത് നൽകിയത്. അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പി പാപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം. വളയത്ത് ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ കത്ത് നൽകിയത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ജനുവരി 23-നാണ്. സർ, ഈ ആത്മഹത്യക്ക് കാരണമായത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് മൂലമാണെന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയും ഉയർന്നു വന്നിട്ടില്ല. മറിച്ചുള്ള വസ്തുതകളാണുള്ളത്. അതുപോലെ ഈ കത്ത് കൊടുത്തത് നവംബർ 9-നാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ പെൻഷൻ കഴിഞ്ഞ് അടുത്തൊരു പെൻഷൻ ഡ്യൂ ആവുന്ന സമയം പോലും ആയിട്ടില്ല. അപ്പൊ അങ്ങനൊരു കാര്യമാകുമ്പോൾ അടിസ്ഥാനരഹിതമാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പത്രപ്രവർത്തകരുമായൊരു സംസാരിക്കുന്ന സമയത്ത് അവർ തന്നെ പ്രമുഖമായ ഒരു പത്രത്തിന്റെ പ്രവർത്തകൻ പറഞ്ഞു, ഇങ്ങനൊരു വാർത്ത വന്നിരുന്നു, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിൽ വസ്തുതയില്ലെന്ന് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് ചെയ്തതല്ല. അപ്പൊ അങ്ങനെ അവർ തന്നെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇല്ല, 5 മാസമായിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈ തൊട്ട് മുമ്പത്തെ ഡിസംബർ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വസ്തുതാപരമായ ഒരു കാര്യമല്ല. എങ്ങനെയോ തെറ്റിദ്ധരിച്ചിട്ടാണ്. ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഈ നോട്ടീസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതനുസരിച്ചിട്ട് ഈ അടിയന്തര പ്രമേയമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. എന്തായാലും ഇത് വസ്തുതാവിരുദ്ധമാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതേസമയം മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഒരു നുണ 1000 തവണ പറഞ്ഞാൽ സത്യമാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ജോസഫിനെ മരിച്ചാലും വെറുതെ വിടുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സർക്കാരിന് ധൂർത്തെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. സാർ, ഇവിടെ ജോസഫിന്റെ മരണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ദൗർഭാഗ്യകരമായ അദ്ദേഹത്തിന്റെ ആത്മഹത്യ അദ്ദേഹം മന്ത്രി തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ നോട്ടീസ് കൊടുത്തിരുന്നു കളക്ടർക്ക്, പഞ്ചായത്ത് സെക്രട്ടറിക്ക്, അതുപോലെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക്. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുമെന്ന് നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ അത് വാർത്ത വന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞു. സാർ അങ്ങും പറഞ്ഞു 2 മാസം. അദ്ദേഹം സ്ട്രോക്ക് വന്ന് തളർന്ന ഒരാളാണ്. ഭാര്യ ഹൃദ്രോഗം വന്ന് മരിച്ച്, മകള് 47 വയസ്സുണ്ട്. ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയാണ്. നോക്കാൻ
കഴിയാത്ത സാഹചര്യത്തിൽ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അവിടെയും പണം കൊടുക്കേണ്ട സാഹചര്യം പണവും കൊടുത്തിട്ടുണ്ട്. സാർ 80 രൂപ വേണം അദ്ദേഹത്തിന് മുതുകാട് കവലയിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും. ആ സാഹചര്യത്തിൽ ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല, ഈ നോട്ടീസ് കൊടുത്തല്ല സാർ, അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോക്സിന്റെ പുറത്ത് ഈ പണം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഇതിന് സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ ഈ ആത്മഹത്യക്ക് പിന്നെ സർക്കാരല്ലാതെ, കേരള സർക്കാരല്ലാതെ തമിഴ്നാട് സർക്കാർ പ്രതിയാകുമോ സാർ? സാർ, അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്നലെ മാതൃഭൂമിയിലെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു. അതിൽ പറയുന്നത് 600 രൂപ ക്ഷേമ പെൻഷൻ 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ മുടക്കിയ കാലത്താണ് ഒന്നാം പിണറായി സർക്കാർ വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സാർ, ഇവിടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഈ സർക്കാരിന്റെയും അതിനെ നയിക്കുന്നവരുടെയും മുഖമുദ്രയാണ്. ഇവിടെ മരിച്ച ആളെ കുറിച്ച് പറഞ്ഞു, ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മറിയക്കുട്ടി, അവര് ഈ സാമൂഹ്യ പെൻഷന്റെ വിഷയം ഉയർത്തിയപ്പോൾ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി, മറിയക്കുട്ടിക്ക് അടിമാലിയിൽ 200 ഏക്കറിൽ 5000 രൂപ വാടകയ്ക്ക് വീടുണ്ട്, സ്വന്തമായി 2 വീടുണ്ട്, പഴമ്പള്ളിച്ചാലിൽ 1.5 ഏക്കർ ഭൂമിയുണ്ട്. മറിയക്കുട്ടിയുടെ മകള് വിദേശത്താണ്. സാർ, മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ദേശാഭിമാനി കണ്ടെത്തിയ ആ ഭൂമി എനിക്ക് എന്റെ പേരിലാക്കി തരണമെന്ന് പറഞ്ഞു. കാരണം ദേശാഭിമാനി എനിക്ക് 1.5 ഏക്കർ കണ്ടെത്തി തന്നിട്ടുണ്ട്, പേരിക്കുട്ടി കരമടയ്ക്കാനാണ് എന്ന് വില്ലേജ് ഓഫീസറെ സമീപിച്ചപ്പോ ദേശാഭിമാനി പറഞ്ഞു തെറ്റുപറ്റി എന്ന് പറഞ്ഞു. സാർ, ഇങ്ങനെ നിങ്ങളെ എതിർക്കുന്നവരെ മുഴുവൻ, ആന്തൂരിലെ സാജന്റെ കാര്യം ഞാൻ പറയണ്ട, സാജന്റെ ഭാര്യയുടെ കാര്യം പറയണ്ടില്ലല്ലോ, ഇങ്ങനെ അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഒരു രീതിയാണ്. ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നില്ല. സാറ്, ജോസഫിന്റെ കത്ത് ലഭിച്ച ഉടനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. 3 വട്ടം ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും മരണപ്പെട്ട ഒരാളുടെ ഇത്തരം വസ്തുതകൾ പറയാൻ പ്രതിപക്ഷമാണ് നിർബന്ധിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി.